തുടരുകയാണ്. ഞങ്ങളിവിടെ സ്ഥലത്തുണ്ട്. ഏകദേശം 29ഓളം പേര്, 23-24ഓളം പേര് ആ വണ്ടിക്കകത്തുണ്ട് ഉണ്ടായിരുന്നു. വള്ളത്തേലുണ്ടായിരുന്നു. അവര് പാണാവള്ളിയിലേക്ക് പോവുമായിരുന്നു. ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു മധ്യഭാഗത്ത് എത്തിയപ്പോ തന്നെ അവര് വള്ളം മുങ്ങുമായിരുന്നു. അത് അടിയൊഴുക്കുണ്ടായിരുന്നോ ഈ സ്ഥലത്ത്? അടിയൊഴുക്കുള്ളതും നല്ല മോദയുണ്ട്, കാറ്റുണ്ട്, ഒരവസ്ഥയാണ്. മാത്രമല്ല ഈ തുരുത്തിലേക്കുള്ള യാത്രാമാർഗം ഈ സംവിധാനമായിരുന്നോ പ്രസിഡന്റ്? മറ്റേതെങ്കിലും തരത്തിലുള്ള യാത്രാ സംവിധാനം ഈ തുരുത്തിലേക്കില്ലേ? അല്ല, കാട്ടിക്കുന്ന് തുരുത്തിലേക്ക് വള്ളമുണ്ട്, പാലമുണ്ട്. നമ്മൾ തുരുത്തിൽ നിന്നും പാണാവള്ളിയിലേക്ക് ബോട്ടിൽ പോയവരാണ് വള്ളത്തേല്. അതായത് ഒരു മരണാനന്തര ചടങ്ങിന് വേണ്ടി പാണാവള്ളിയിൽ നിന്ന് ഇവിടെ വന്നവരാണ്. അവർ തിരിച്ച് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് പാണാവള്ളിക്ക് പോകുമായിരുന്നു. ഈ കാണാതായ ആള് ഈ പാണാവള്ളിക്കാരൻ തന്നെയാണോ? അതെ, പാണാവള്ളി സ്വദേശിയാന്ന് പറയും. പേര്, അദ്ദേഹത്തിന്റെ പേര് കണ്ണൻ എന്നാണ് അവിടെ ഉള്ളവര് പറയുന്നത്. യഥാർത്ഥ പേര് അവർക്ക് അറിയില്ല. പിന്നെ ഈ 29 പേർക്ക് അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് പ്രസിഡന്റ്? അവരെ ഇപ്പോൾ വൈക്കത്ത് ആശുപത്രിയിലാണോ? ആരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആശുപത്രിയിൽ ആരുമില്ല അല്ലേ? ഇല്ല. അപ്പൊ അവരെല്ലാം സുരക്ഷിതരാണ്. കാട്ടിക്കുന്ന് ഭാഗത്തു നിന്നൊക്കെ പെട്ടെന്ന് വള്ളത്തിൽ ചെന്ന് അവരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അവരെ രക്ഷിക്കുന്നു. അല്ല, അപ്പോൾ 29 പേരും ഇപ്പോൾ നിലവിൽ തുരുത്തിൽ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. വളരെയധികം നന്ദി. ആകെ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്? പ്രസിഡന്റ് കേൾക്കുന്നുണ്ടോ? അവര് 30 എന്നും പറയുന്നുണ്ട്, 23 എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു പയ്യനെ മാത്രമേ കാണാതെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ട്. വളരെയധികം നന്ദിയുണ്ട് പ്രസിഡന്റ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യ സുകുമാരനാണ് പ്രതികരിച്ചത്. ഈ വാർത്തയിലേക്ക് വളരെ വേഗം വരാം, ഇടവേള കഴിഞ്ഞു.